ഞാനിന്ന് കണ്ണിന് നല്ല കുളിർമയുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് പോയിട്ട് നമ്മൾ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് നമ്മൾ കപ്പ വേവിക്കാൻ പോവുകയാണേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ്. അപ്പോൾ ഈ കപ്പ നന്നായിട്ട് പൊളിച്ചെടുത്ത് നല്ലപോലെ കഴുകിയെടുത്തു കേട്ടോ. നല്ലത് നോക്കിയാൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പില്ലെന്ന്. എന്നിട്ട് നമ്മളതിനെ ചെറുതായിട്ട് ഇതുപോലെ ഞുറുക്കിയെടുത്തു കേട്ടോ. ഞുറുക്കിയെടുത്തതിന് ശേഷം നമ്മളിതിനെ കുക്കറിലാണ് വേവിക്കുന്നത്. വേണേൽ ചെരുവത്തിലും വേവിക്കാം. കുക്കറിൽ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ വിസിലിൽ നമ്മൾ നിർത്തും കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ച് നമ്മളങ്ങ് വേവിക്കാൻ വെച്ചു. അതിന് വിസിൽ പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് വാർത്തതിന് മിച്ചമുള്ള വെള്ളം നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ കപ്പയുടെ കട്ടും ആ കൂടെ പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ അരപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിൽ കറിവേപ്പില ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചതച്ചെടുത്താലും മതി. നമുക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മളിത് ആ കപ്പയിലേക്ക് ആ തേങ്ങാപ്പീര എല്ലാം കൂടെ ഇട്ടു. അതിനുശേഷം ഉപ്പ് കൂടെ ഇട്ടു കേട്ടോ. നമ്മൾ ഉപ്പ് കല്ല് പൊടിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളവും കൂടെ കൂടിയ പോലെ തോന്നുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഇപ്പോൾ കുറച്ച് നേരം ആയതേ ഉള്ളൂ ഒന്ന് തുറന്നിട്ടു കേട്ടോ. അപ്പോൾ ആ കപ്പയും പിന്നെ നല്ല തേങ്ങാപ്പാലൊക്കെ കുറുക്കി വറ്റിച്ച നല്ല ബീഫ് ചാപ്സാണ്. ആ ബീഫിൻ്റെ ചാപ്സും എടുത്ത് വെച്ചിട്ട് നല്ല മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറിയും കപ്പയും കൂടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മുടെ മീൻകറീനെയും കൂടെ എടുത്ത് വെച്ചു കേട്ടോ. മീൻകറിയുടെ വീഡിയോ ഞാൻ വേറെ ദിവസം ഇടാവേ. അപ്പോൾ മീൻകറിയും കൂടെ കൂട്ടി നമ്മൾ അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടെ വെച്ചു കേട്ടോ. എനിക്ക് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കുവാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച. ഇതിപ്പോൾ അങ്ങനെ ഒരു കാഴ്ച വേറെ എന്ത് കാണാനല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.